ഹായ്, ഞാൻ നമ്മളുടെ പേൾമാണിയെ അൺസബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. ഞാൻ റഫീഖ് വടകര, അബുദാബിയിൽ നിന്ന് സംസാരിക്കുന്നു. അതായത് പേൾമാണിയെ വർഷങ്ങൾക്ക് മുമ്പ് അവരിങ്ങനെ കയറി വരുമ്പം ആങ്കറിങ്ങനെ ചെയ്ത് ഇങ്ങനെ കയറി വരുമ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരൊരു പടത്തിൽ അഭിനയിച്ചു. അതിനുശേഷം മമ്മൂക്കയുടെ കൂടെയും ശ്രീനാട്ടിന്റെ കൂടെയൊക്കെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അവർ കല്യാണം കഴിഞ്ഞു, കുറെ ആറ്റിറ്റ്യൂഡൊക്കെ മാറി, അവര് നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറൊക്കെ ആയപ്പോൾ എനിക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാനെന്ത് ചെയ്ത് സബ്സ്ക്രൈബ് ഉണ്ടായിരുന്നു. ഇന്ന് ഞാനെന്ത് ചെയ്ത് അൺസബ്സ്ക്രൈബ് ചെയ്തു. കാരണം ഞാൻ ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, ചെറുതായിട്ട്. ഓക്കെ, പക്ഷെ എന്റെ ഫ്രണ്ട്സ് ആയിട്ട് BJP, RSS, കോൺഗ്രസ്, ലീഗ് എല്ലാവരും ഉണ്ട്. എത്രയോ ബോംബെക്കാരും ഇവിടെ ഗൾഫിൽ അബുദാബിയിലും ദുബായിലൊക്കെ ആയിട്ട് പല രാഷ്ട്രീയക്കാരുണ്ട്. അതും ഹൈ പ്രൊഫൈൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഈ BJP, RSS ഉള്ള ആൾക്കാർ. അവരൊക്കെ നല്ല മാന്യമായുള്ള സംസാരം കാര്യമാണ്. ഇവിടെ ചില ആൾക്കാർ ഒരു പാഷന്റെ ഭാഗമായിട്ട് BJPയിലുള്ള ആൾക്കാർ അവരെ മക്കളും പഠിക്കുന്നുണ്ട്. അപ്പോ ഇതെങ്ങനെ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കിയിട്ടില്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോ ഇവരിങ്ങനെ സപ്പോർട്ട് ചെയ്യാതെ ബാഡായിട്ട് സംസാരിച്ചതിന്റെ പേരിൽ ഇവരെ എന്ത് ചെയ്ത് അൺസബ്സ്ക്രൈബ് ചെയ്തു. ഓക്കെ, അതുപോലെ മേജർ രവി മുമ്പൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട് അന്ന് ഫ്ലഡ് വന്നപ്പോഴേ ഇവർ സഹായിച്ചൊക്കെ മുസ്ലിംസ് ആണ്, പള്ളിയിൽ പോയി താമസിച്ചെന്നൊക്കെ ഒരുപാട് ഇങ്ങനെ പറയുന്നിട്ടു. ഇപ്പൊ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നു. അദ്ദേഹം ഒരു മേജർ അല്ലേ, എന്താ എങ്ങനെയല്ലേ ഈ ക്വാളിഫിക്കേഷൻ കൂടുന്തോറും ആൾക്കാർക്ക് ബുദ്ധി കുറഞ്ഞു പോവോ? ഞാൻ അറിയുന്നില്ല. അദ്ദേഹത്തിന് ഞാൻ ഡയറക്ടർ നിലക്ക് ഞാൻ റെസ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ പേൾമാണി ഞാൻ ചെയ്തു അൺസബ്സ്ക്രൈബ് ചെയ്തു. ഓക്കെ, താങ്ക് യു, റഫീഖ് വടകര.